ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ഇന്റീരിയർ ചെയ്യാം. ഓക്കെ, ഈ ബഡ്ജറ്റ് നിശ്ചയിക്കുന്നത് എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യുന്ന മെറ്റീരിയൽസും നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫിനിഷസുമാണ്. അപ്പോൾ നമുക്ക് ഓരോ ഏരിയക്ക് അനുസരിച്ചുള്ള മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഫിനിഷസ് സെലക്ട് ചെയ്യാം. നമുക്കിപ്പോൾ ഒരുപാട് ഫിനിഷസ് ഉണ്ട്. ഗ്ലാസ് ഉണ്ട്, മൈക്ക് ഉണ്ട്, PU, അങ്ങനെ ഫിനിഷസ് ഉണ്ട്. അതുപോലെ മെറ്റീരിയൽസിൽ വരുമ്പോൾ പ്ലൈ ഉണ്ട്, അലൂമിനിയം ഉണ്ട്, ബ്ലോക്ക് ബോർഡ്, HDHMR, HDF, MDF, പാർട്ടിക്കിൾ ബോർഡ്, ഇങ്ങനെ എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഓരോ ഏരിയക്ക് അനുസരിച്ച്, അപ്പോൾ ചില ഏരിയയിൽ ചിലപ്പോൾ വെള്ളം നനയുന്ന ഏരിയ കാണും. അവിടെ നമ്മൾക്ക് ഒരിക്കലും പാർട്ടിക്കിൾ ബോർഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ MDF ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ HDF ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് നമ്മൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. പ്ലൈയുടെ 710 ഗ്രേഡ് അല്ലാതെ, അല്ലെങ്കിൽ അലൂമിനിയം അല്ലാതെ നമുക്ക് വേറെ ബ്ലോക്ക് ബോർഡ്, ഇങ്ങനത്തെ ഹെവി ബോർഡ്സ് അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഓരോ ഏരിയക്ക് ചിലപ്പോൾ ഹോളിൽ വരുമ്പോൾ അവിടെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളില്ല. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്യാം. അങ്ങനെ ഓരോ ഏരിയക്ക് അനുസരിച്ച്, അതുപോലെ നമുക്ക് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ, ചിലയിടത്ത് ഈർപ്പം കൂടുതലുള്ള ഏരിയ കാണും, ചിലയിടത്ത് ഈർപ്പം ഉണ്ടാവില്ല, ചിലപ്പോൾ വെറ്റുള്ള ഏരിയ കാണും. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയക്ക് അനുസരിച്ച് നമുക്ക് മെറ്റീരിയൽ സെലക്ട് ചെയ്ത് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഇന്റീരിയർ ചെയ്യാവുന്നതാണ്.